ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എൽ സി എം എച്ച് സി എഫ് എന്ന ടോപ്പിക്കിൻ്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം നമുക്കത് ഇന്ന് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ എൽ സി എം ആൻഡ് എച്ച് സി എഫിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. അപ്പോൾ എൽ സി എം ആകുമ്പോഴത്തേക്കും ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നതെന്ന് നമുക്ക് നോക്കാം. എൽ സി എം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നു. അതുപോലെ തന്നെ ടൈം, ഡിസ്റ്റൻസ്, സൈക്കിൾസ് ഇങ്ങനെയൊക്കെ വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പം ഇതൊക്കെ കീ ടേംസ് ആണ്, ഓർത്ത് വയ്ക്കുക. പിന്നെ അവർ എപ്പോഴാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്, ഒരു ഇവന്റ് നടന്നു വീണ്ടും അത് എപ്പോഴാണ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്, ഏത് ടൈമിലാണ് ഇനി അവർ ഒരുമിച്ച് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എൽ സി എഫിന്റെ അകത്ത് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ആസ്ക് വെൻ ഡിഫറെന്റ് ഇവന്റ്സ് ദാറ്റ് ഹാപ്പൻ അറ്റ് ഡിഫറെന്റ് ഇന്റർവെൽസ് വിൽ ഹാപ്പൻ അറ്റ് ദ എക്സാക്ട് സെയിം ടൈം അഗെയിൻ. സെയിം കാര്യം തന്നെയാണ്. അതായത് ഓരോ ഇന്റർവെല്ലിലും പല കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് പറയും. എന്നിട്ട് അടുത്തത് എപ്പോഴാണ് ഇതെല്ലാം കൂടി ഒരുമിച്ച് ആ ഇവന്റ് ഹാപ്പൻ ചെയ്യാൻ പോകുന്നത്, സെയിം ടൈമിൽ എപ്പോഴാണ് ആ ഇവന്റ് ഇനി റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എൽ സി എമ്മിൽ ചോദിക്കുന്നുണ്ട്. അതുപോലെ എച്ച് സി എഫ് നോക്കുക. എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം ക്വസ്റ്റ്യൻസിൽ ഗ്രേറ്റസ്റ്റ്, മാക്സിമം, ലാർജസ്റ്റ്, ഈക്വൽ ഗ്രൂപ്പ്സ് ഇങ്ങനെയുള്ള കീവേഡ്സ് കാണുമ്പോൾ മനസ്സിലാക്കണം അത് എച്ച് സി എഫ് ആയിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണെന്ന്. ദ ഗ്രേറ്റസ്റ്റ്, മാക്സിമം, ലാർജസ്റ്റ്, ഈക്വൽ ഗ്രൂപ്പ്സ് ഇതൊക്കെയാണ് എച്ച് സി എഫിന്റെ ക്വസ്റ്റ്യൻസിൽ കണ്ടുവരുന്ന കീ ടേംസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ, ആൻസർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെക്കാട്ടിലും ബിഗർ ആയിരിക്കും. ഓക്കെ, എച്ച് സി എഫ് എന്ന പേര് തന്നെ നമുക്കറിയാം ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്സിനെക്കാട്ടിലും എപ്പോഴും എന്തായിരിക്കും, ബിഗർ ആയിരിക്കും. ഓക്കെ, അതുപോലെ വേറെ എന്താണുള്ളത്, this involves taking different quantities and putting them into identical sets without any leftovers. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റിയെ ഡിവൈഡ് ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ഡിവിഷൻസ് ചെയ്യാൻ പറയും. ഡിവിഷൻസ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കി ഉണ്ടാവാൻ പാടില്ല, ആ രീതിയിൽ അറേഞ്ച്മെന്റ് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാം. അതാണ് എച്ച് സി എഫിന്റെ ക്വസ്റ്റ്യൻസിന്റെ ഐഡന്റിഫിക്കേഷൻ. നമുക്ക് 2-3 പ്രോബ്ലംസ് എന്തായാലും ചെയ്തു നോക്കാം, അപ്പം മനസ്സിലാവും. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ. എന്താണ് ക്വസ്റ്റ്യൻ? ട്രാഫിക് ലൈറ്റ് അല്ലെങ്കിൽ ബെല്ലിന്റെ പ്രോബ്ലം ആണ്. നോർമലായിട്ട് എൽ സി എമ്മിന്റെ അകത്ത് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇറ്റ് ആസ്ക് വെൻ ഡിഫറെന്റ് ഇവന്റ്സ് ദാറ്റ് ഹാപ്പൻ അറ്റ് ഡിഫറെന്റ് ഇന്റർവെൽസ് വിൽ ഹാപ്പൻ അറ്റ് ദ എക്സാക്ട് സെയിം ടൈം അഗെയിൻ. അപ്പോൾ അവർ പറയും ഡിഫറെന്റ് ആയിട്ടുള്ള ഇവന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഇന്റർവെല്ലിൽ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഇനി അത് ഒരുമിച്ച് എപ്പോഴാണ് ഫ്യൂച്ചറിൽ ഇനി വീണ്ടും അത് ഹാപ്പൻ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ സിങ്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് വരുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയേ. ദ പ്രോബ്ലം: 3 sirens in a factory go off at intervals 15, 20 and 30 minutes. ഓക്കെ, ഒരു ഫാക്ടറിയിൽ സൈറൻസ് ഗോ ഓഫ് ചെയ്യുന്ന ടൈം ഇന്റർവെൽ ആണ് തന്നിട്ടുള്ളത്. 15 മിനിറ്റ്സിൽ, 20 മിനിറ്റ്സിൽ, 30 മിനിറ്റ്സിലാണ് അവരുടെ ഗോ ഓഫ് ഇന്റർവെൽ എന്ന് പറയുന്നത്. ഇഫ് ദേ ഓൾ സൗണ്ട് ടുഗദർ അറ്റ് 12 PM, അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് സൗണ്ട് ചെയ്തത് എപ്പോഴാണ്? 12 PM അറ്റ് വാട്ട് ടൈം വിൽ ദേ നെക്സ്റ്റ് സൗണ്ട് ടുഗദർ? അപ്പോൾ 12 PM ഒരുമിച്ച് റിങ് ചെയ്തു. ഇനി ഇവർ 3 പേരും കൂടെ എപ്പോഴാണ് അടുത്ത വീണ്ടും ഒരുമിച്ച് സൗണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ഫ്യൂച്ചറിൽ റെപ്പറ്റീഷൻ ആണ്, ഫ്യൂച്ചറിൽ എപ്പോഴാണ് സിങ്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ എന്താണ് എൽ സി എം അല്ലേ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഏതൊക്കെയാണ് നമ്മുടെ ടൈം എന്ന് പറയുന്നത്? 15, 20, 30 മിനിറ്റ്സിലാണ് തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? എൽ സി എം എടുക്കുന്നു. 3 പേരുടെയും എൽ സി എം എടുക്കുന്നു. 15, 20, 30. ഓക്കെ, എൽ സി എം എടുക്കുന്നു. 5 3s are 15, 5 4s are 20, 5 into 6 30. നമുക്ക് 3 എടുക്കാം. 3 1s are 3, 3 2s are 6. ഓക്കെ, 2 എടുക്കാം. 2 2s are 4. വീണ്ടും ഒരു 2 എടുത്തു. ഫൈൻ. അപ്പൊ എത്രയാണ് എൽ സി എം എന്ന് പറയുന്നത്? 5 into 3 into 2 into 2 which is equal to 15 into 4. അതായത് 60 ആണ് ഇതിന്റെ എൽ സി എം എന്ന് പറയുന്നത്. ഓക്കെ, 60 നമുക്ക് എൽ സി എം കിട്ടി. അപ്പോൾ നമ്മുടെ എല്ലാ വാല്യൂസും മിനിറ്റ്സിലല്ലേ തന്നേക്കുന്നത്. ഈ കിട്ടിയ 60 എന്താണ്? മിനിറ്റ്സ് ആണ്. ഈ കിട്ടിയ 60 മിനിറ്റ്സ് ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ എല്ലാവരും കൂടി ഒരുമിച്ച് റിങ് ചെയ്തത് എത്ര മണിക്കാണ്? 12 മണിക്ക്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇവർ 3 പേരും കൂടി ഒരുമിച്ച് എന്ത് ചെയ്യുന്നത്? സൈറൻ മുഴങ്ങുന്നത്. അപ്പോൾ ഇനി എന്ത് പറ്റുന്നു? ഈ 12 PM കൂടെ ഒരു 60 മിനിറ്റ്സും കൂടെ ആഡ് ചെയ്യുമ്പോഴായിരിക്കും നെക്സ്റ്റ് അവരെല്ലാവരും കൂടെ സിങ്ക് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 1 അവർ അല്ലേ? 60 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ 1 അവർ. അതായത് ഇനി
ഉച്ചയ്ക്ക് 1 മണിക്ക് 1 PM ആകുമ്പോഴത്തേക്കുമാണ് അവർ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പോകുന്നത്? സൈറൻ റിങ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? സർക്കുലർ ട്രാക്ക് പ്രോബ്ലം. ഓക്കെ, സ്പീഡും ഡിസ്റ്റൻസും ഒക്കെ ഇൻവോൾവ് ചെയ്ത് വരുന്ന സർക്കുലർ ട്രാക്കിന്റെ പ്രോബ്ലംസ് ആണേ. This involves people or objects moving around a path at different speeds. ഓക്കെ, അപ്പൊ ഇത് എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത് ഈ പ്രോബ്ലത്തിനകത്ത്? മനുഷ്യരോ അല്ലെങ്കിൽ വസ്തുക്കളോ ഒരു സർക്കുലർ പാത്തിന് ചുറ്റും മൂവ് ചെയ്യുന്ന ഒരു ഡിഫറെന്റ് സ്പീഡ് തന്നേക്കും. അപ്പൊ അവർ മൂവ് ചെയ്യുമ്പോൾ പിന്നെ അവർ എപ്പോഴാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്? അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. റോഹൻ ആൻഡ് പ്രിയ ആർ റണ്ണിങ് അറൌണ്ട് എ സർക്കുലർ ട്രാക്ക്. അപ്പോൾ റോഹനും പ്രിയയും കൂടെ എന്ത് ചെയ്യാണ്? ഒരു സർക്കുലർ ട്രാക്ക് ഉണ്ട്. ആ സർക്കുലർ ട്രാക്കിന് ചുറ്റും റോഹനും പ്രിയയും ഇങ്ങനെ എന്ത് ചെയ്യാണ്? ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ ഇത് റോഹൻ, ഇത് പ്രിയ. റോഹൻ ടേക്ക് 12 മിനിറ്റ്സ് ടു കംപ്ലീറ്റ് 1 ലാപ്പ്. ഒരു ലാപ്പ് ചുറ്റി വരാൻ റോഹൻ എത്ര മിനിറ്റ് മതി? 12 മിനിറ്റ് മതി. ഇനി പ്രിയയ്ക്കാണെങ്കിലോ ഒരു ലാപ്പ് ചുറ്റി വരാൻ വേണ്ടിയിട്ട് 18 മിനിറ്റ്സ് ആണ് പ്രിയയ്ക്ക് വേണ്ടത്. 2 മിനിറ്റ്സിലാണ് തന്നിരിക്കുന്നത്. ഇഫ് ദേ സ്റ്റാർട്ട് അറ്റ് ദ സെയിം ടൈം ആൻഡ് സ്പോട്ട്. അപ്പൊ ഇവർ രണ്ടുപേരും ഇപ്പൊ ഈ ഒരു സ്പോട്ടിൽ നിന്ന് അവർ സ്റ്റാർട്ട് ചെയ്യാണ്. സെയിം ടൈമിൽ ഈ സെയിം സ്പോട്ടിൽ നിന്ന് ഇവർ രണ്ടുപേരും എന്ത് ചെയ്യാണ്? ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആഫ്റ്റർ ഹൗ മെനി മിനിറ്റ്സ് വിൽ ദേ മീറ്റ് അഗെയിൻ അറ്റ് ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്? എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇവർ ഇങ്ങനെ ചുറ്റി മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? എത്ര മിനിറ്റ് കഴിയുമ്പോഴാണ് വീണ്ടും അവർ എന്ത് ചെയ്യാൻ പോകുന്നത്? ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഫ്യൂച്ചറിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്ന സംഭവം? ഫ്യൂച്ചറിൽ ഇവർ എന്ത് ചെയ്യാൻ പോവുകയാണ്? സിങ്ക് ചെയ്യാൻ പോകുന്ന ആ ഒരു ടൈമാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് അല്ലേ? ഫ്യൂച്ചറിൽ റിപ്പീറ്റ് ചെയ്ത് എപ്പോഴാണോ ഒരുമിച്ച് വരാൻ പോകുന്ന പ്രോബ്ലംസ്, അതിൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? LCM ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? LCM എടുക്കാം. ഏതൊക്കെയാണ് നമ്പേഴ്സ്? 12ഉം 18ഉം. 12ഉം 18ഉം LCM എത്രയാണ്? 3 2s are 6, 3 3s are 9. ഓക്കെ, അപ്പോൾ 2 into 3 into 2 into 3 എത്രയാണ്? 36. 36 മിനിറ്റ്സ് ആണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന LCM എന്ന് പറയുന്നത്. അപ്പോൾ 36 മിനിറ്റ്സ് കഴിയുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ റോഹനും പ്രിയയും വീണ്ടും എന്ത് ചെയ്യാൻ പോകുന്നത്? മീറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ 36 മിനിറ്റ്സ് എന്ന് പറയുമ്പോഴത്തേക്കും റോഹൻ എത്ര ലാപ്പ് എടുത്ത് കാണും? അങ്ങനെ വേണമെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാലോ. റോഹൻ ടോട്ടൽ എത്ര ലാപ്പ് കവർ ചെയ്ത് കാണും? 3 ലാപ്സ് കവർ ചെയ്ത് കാണും. കാരണം റോഹന് ടോട്ടൽ 36 മിനിറ്റ്സിൽ പുള്ളിക്കാരന് ഒരു ലാപ്പ് കവർ ചെയ്യാൻ 12 മിനിറ്റ്സ് മതി അല്ലേ? 12 മിനിറ്റ്സ് ആണ് ഒരു ലാപ്പ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. ടോട്ടൽ 36 മിനിറ്റ്സ് ആണ്. അപ്പോൾ 36/12 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 ലാപ്സ് പുള്ളി കംപ്ലീറ്റ് ചെയ്തു. പ്രിയ ആണെങ്കിലോ 36 മിനിറ്റ്സിൽ 18 മിനിറ്റ്സ് ആണ് ഒരു ലാപ്പ് കവർ ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പോൾ 36/18, അതായത് 2 ലാപ്സ് പുള്ളിക്കാരി കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഇവരിവിടെ എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. ദ സ്മോളസ്റ്റ് നമ്പർ വിത്ത് റിമൈൻഡർ. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സ്മോളസ്റ്റ് നമ്പർ വിത്ത് റിമൈൻഡർ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ഒരു LCM ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ സ്മോളസ്റ്റ് നമ്പർ which when divided by 6 and 9 leaves a remainder of 2 in each case. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു സ്മോളസ്റ്റ് നമ്പർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ലീസ്റ്റ് നമ്പർ ആണല്ലേ? സ്മോളസ്റ്റ്, ലീസ്റ്റ്, അതിനെ നമുക്ക് മനസ്സിലായി ഇത് എന്താണ്? LCM ക്വസ്റ്റ്യൻ ആണെന്നുള്ളത്. സ്മോളസ്റ്റ് അല്ലെങ്കിൽ ലീസ്റ്റ് എന്നുള്ള വാക്ക് അതിനകത്ത് കണ്ടോ? ഓക്കെ, അപ്പൊ സ്മോളസ്റ്റ് നമ്പർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സപ്പോസ് ആ നമ്പർ X ആണെന്ന് വിചാരിക്കാം. which when divided by 6 and 9. അപ്പോൾ ഈ Xനെ നമ്മൾ എന്താണ്? 6 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഈ Xനെ നമ്മൾ 9 കൊണ്ടും ഡിവൈഡ് ചെയ്യുകയാണെന്ന് വയ്ക്കുക. അപ്പം 6 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 9 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് എന്താണ് കണ്ടീഷൻ? കണ്ടീഷൻ എന്ന് പറയുന്നത് റിമൈൻഡർ എന്തായിരിക്കണം? 2 കിട്ടണം. ഈ Xനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 9 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത് എത്രയായിരിക്കണം? 2 ആയിരിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ട്ലി നമ്മുടെ ഡിവൈസസ് 6ഉം 9ഉം അല്ലേ? നമുക്ക് എന്തെടുക്കാം? LCM എടുക്കാം. സിമ്പിൾ. 6ന്റെയും 9ന്റെയും LCM എന്ന് പറയുന്നത് എത്രയാണ്? 6,9. 18. LCM എത്രയാണ്? 18. ഓക്കെ ഫൈൻ. അപ്പോൾ 18 ആണ് നമുക്ക് കിട്ടിയ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മളെ കണ്ടീഷൻ എന്താണ്? റിമൈൻഡർ എത്ര വരണം?
2 വരണം. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഈ 6നെ 3 ടൈംസ് ഇൻറ്റു ചെയ്യുമ്പോഴാണ് 18 കിട്ടുന്നത്. 9നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 കിട്ടുന്നു. അപ്പം ഈ രണ്ട് കേസിലും 6നെയും 9നെയും ഈ 18നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 9 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമ്മുടെ റിമൈൻഡർ എന്ന് പറയുന്നത് ഈ കണ്ടീഷനിൽ എന്താണ്? 0 ആണ്. നമ്മുടെ കണ്ടീഷൻ എന്താണ്? റിമൈൻഡർ 0 അല്ല. റിമൈൻഡർ എന്തായിരിക്കണം? 2 ആയിരിക്കണം. അപ്പൊ എന്ത് ചെയ്യുക? ഈ 18ന്റെ കൂടെ ഒരു 2 കൂടെ പ്ലസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ആൻസർ എത്രയായി? 20 ആയി. ഓക്കെ, ഇനി 20യെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 20യെ നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. രണ്ട് കേസിലും റിമൈൻഡർ എന്ത് തന്നെ കിട്ടും? ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 2 തന്നെ നമുക്ക് റിമൈൻഡർ ആയിട്ട് കിട്ടും. ഓക്കെ. Okay, next question നോക്കാം. എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? യു ഹാവ് 24 ബ്ലൂ പെൻസ് ആൻഡ് 36 റെഡ് പെൻസ്. 24 ബ്ലൂ പേനയും ഉണ്ട്, 36 റെഡ് പെന്നും ഉണ്ട്. യു വാണ്ട് ടു മേക്ക് ഗിഫ്റ്റ് ബാഗ്സ് വിത്ത് സെയിം നമ്പർ ഓഫ് പെൻസ് ഇൻ ഈച്ച്. അപ്പൊ നമുക്ക് എന്താണ്? ഗിഫ്റ്റ് ബാഗ്സ് ഉണ്ട്. ഈ ഗിഫ്റ്റ് ബാഗ്സിൽ എന്താണ് വേണ്ടത്? സെയിം നമ്പർ ഓഫ് പെൻസ് തന്നെ എന്ത് ചെയ്യണം? ഇടണം. ഈക്വൽ നമ്പർ ഓഫ് പെൻസ് തന്നെ നമുക്ക് പുട്ട് ചെയ്യണം. ആൻഡ് ഈച്ച് ബാഗ് മസ്റ്റ് ഹാവ് ഓൺലി വൺ കളർ. ഓക്കെ, അപ്പോൾ ഓരോ ബാഗിലും എന്തേ പറ്റുള്ളൂ? വൺ കളറേ നമുക്ക് പോസിബിൾ ആയിട്ട് ഉള്ളൂ. ഓക്കെ, അപ്പൊ ബാഗിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ പെൻസിനെ സ്പ്ലിറ്റിംഗ് ചെയ്താണ് ചെയ്യാൻ പോകുന്നത്. സ്പ്ലിറ്റിംഗ് ആണ്, സ്പ്ലിറ്റിംഗ്. അതായത് നമ്മൾ കുറച്ച് കീവേഡ്സിനെ പറ്റി പറഞ്ഞില്ലേ, HCFൽ ഒരു കീവേഡ് ആണ് ഈ സ്പ്ലിറ്റിംഗ്, ഡിവൈഡിംഗ് എന്ന് പറയുന്നത്. സ്പ്ലിറ്റ് ചെയ്യുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു കളറേ പാടുള്ളൂ. വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ? കണ്ടോ ഈ കീവേഡ് കണ്ടോ? വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പെൻസ് യു ക്യാൻ പുട്ട് ഇൻ ഈച്ച് ബാഗ്? എത്രത്തോളം മാക്സിമം നമ്പർ ഓഫ് പെൻസ് നമുക്ക് ഒരു ബാഗിൽ ഇടുകയും വേണം. പക്ഷെ ഒരു കളറേ ഒരു ബാഗിനകത്ത് അക്കോമഡേറ്റും ചെയ്യുള്ളൂ. രണ്ട് കളറും കൂടെ മിക്സ് ചെയ്തിടാനും പാടില്ല. അപ്പോൾ സ്പ്ലിറ്റിംഗ് എന്നുള്ള കീവേഡ് നമുക്ക് അതിനകത്തുണ്ട്. ഗ്രേറ്റസ്റ്റ് നമ്പർ എന്നുള്ള ഒരു ക്ലൂവും കൂടി ഉണ്ട്. സോ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് HCF ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. നമ്മുടെ നമ്പേഴ്സ് ആരൊക്കെയാണ്? 24ഉം 36ഉം. ഓക്കെ, 2ൽ നോക്കാം. 12, 18, 6, 9, 3. ഓക്കെ, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. കാര്യം എന്താണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുമ്പോൾ രണ്ടിലും എന്തായിട്ട് പോകണം? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്, പാർട്ട് 1 കണ്ടു നോക്കണേ. HCFിന്റെ LCMത്തിന്റെയും ബേസിക് അതിനകത്തുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, ഇതിൽ മൂന്ന് കേസിലും നമുക്ക് കോമൺ ആയിട്ട് 2 ഉണ്ട്. ഇവിടെ 2 എടുക്കാം, ഇവിടെ 3 എടുക്കാം. അപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 2ലും 3ലും കോമൺ ആയിട്ട് നമുക്ക് ഇനി ഒരു നമ്പേഴ്സും ഇല്ല. ഹയസ്റ്റ് ആയിട്ടുള്ള കോമൺ ഫാക്ടർ ആണല്ലോ വേണ്ടത്. അപ്പോൾ ഇവിടെ ഈ 3 പേരെ നമുക്ക് എടുക്കാം. ആരൊക്കെയാണ്? 2 into 2 into 3 which is equal to 4 into 3 which is equal to 12. അപ്പോൾ 12 ആണ് ഇതിന്റെ HCF എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 12 ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? പെന്ന് ഇടാൻ പറ്റും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A room floor is 112 cm long and 140 cm wide. അപ്പോൾ ഒരു റൂമിലെ ഫ്ലോർ, അതായത് റെക്റ്റാങ്കിൾ ആണല്ലേ? റെക്റ്റാങ്കിൾ ആണ് റൂം എന്ന് പറയുന്ന റെക്റ്റാങ്കിൾ ഷേപ്പ് ആണെന്ന് മനസ്സിലായി. ലെങ്ത് തന്നിട്ടുണ്ട്. എപ്പോഴും ക്വസ്റ്റ്യൻ സ്റ്റെപ്പ് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് എഴുതി ഗിവൺ സംഭവങ്ങളൊക്കെ എഴുതിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ബ്രെഡ്ത്തും എത്ര തന്നിട്ടുണ്ട്? 140 cm തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ലാർജസ്റ്റ് സൈസ് ഓഫ് സ്ക്വയർ ടൈൽ that can cover the floor exactly without cutting any tiles. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണുള്ളത്? ഒരു റെക്റ്റാങ്കിൾ റൂം ആണെന്ന് മനസ്സിലായി. കാരണം ലെങ്ത് ബ്രെഡ്ത്ത് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ റെക്റ്റാങ്കിൾ റൂം ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്? ഇവിടെ നമ്മൾ സ്ക്വയർ ടൈൽസ് ഇടാൻ പോവാണ്. കണ്ടോ, നമ്മൾ എന്താണ് ഇടാൻ പോകുന്നത്? സ്ക്വയർ ടൈൽസ് ആണ് ഈ റൂമിൽ ഇടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ടൈൽസ് ഇടുമ്പോൾ എന്തായിരിക്കണം പ്രത്യേകത? കട്ടിങ് ഒന്നും ചെയ്യാൻ പാടില്ല. പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ക്വയർ ടൈൽസ് ആയിരിക്കണം. ആ ടൈൽസിന് വേറെ കട്ടിങ് ഒന്നും ചെയ്യാൻ പാടില്ല. ഈ റൂം ഫുള്ളും കവർ ആവുകയും വേണം. അപ്പോൾ അതാണ് നമ്മുടെ കണ്ടീഷൻ. നമ്മൾ പറഞ്ഞില്ലേ, ദാ ഇത് നോക്കിയേ, ലാർജസ്റ്റ് സൈസ്. ലാർജസ്റ്റ് എന്നുള്ള വാക്ക് കിടപ്പുണ്ട്. HCF ആണ് കണ്ടുപിടിക്കാൻ എന്നുള്ളതിന്റെ ഒരു ക്ലൂ ആണ്. പിന്നെ വിത്തൗട്ട് കട്ടിങ് എനി ടൈൽസ്, അതായത് റിമൈൻഡർ എന്തായിരിക്കണം? 0 ആയിരിക്കണം. കംപ്ലീറ്റ് ഡിവിഷൻ ആയിരിക്കണം. ഇവിടെ ഒന്നും വേറെ ബാക്കി ലെഫ്റ്റ് ഓവർ ഒന്നും വരാൻ പാടില്ല. അതും നമുക്കൊരു ക്ലൂ ആണ്. HCF ആണ് കണ്ടുപിടിക്കാനുള്ളത് എന്നുള്ളതിന്റെ. മനസ്സിലായില്ലേ? അപ്പോൾ ലെങ്ത് 112 ആണ്. ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 140 ആണ്. നമ്മൾ എന്ത് ചെയ്യാനാണ് പോകുന്നത്? HCF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ 112, 140 HCF ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. 2 5s are 10, ബാലൻസ് 12, 2 6 are 12, 70, വീണ്ടും 2,
35. 7 ചെയ്യാം. 7 into 4 28. 7 into 5 35. ഓക്കെ, മതി. ഇതാ ഇവിടെ എത്തിയപ്പോൾ ഇനി നമുക്ക് ഇവർക്ക് കോമൺ ആയിട്ടൊന്നും എടുക്കാനില്ല. HCF അല്ലേ, 4ലും 5ലും കോമൺ ആയിട്ട് ഒരു നമ്പേഴ്സും ഇല്ല. അപ്പോൾ നമുക്ക് 2ഉം 7ഉം തന്നെയാണ് എടുക്കാനുള്ളത്. 2 into 2 into 7 which is equal to എത്ര കിട്ടി? 28 കിട്ടി. അപ്പോൾ ലാർജസ്റ്റ് സൈസ് എന്ന് പറയുന്നത് എത്രയാണ്? 28 സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഇടുമ്പോഴത്തേക്കും 28 സെന്റിമീറ്റർ സൈഡ് വരുന്ന സ്ക്വയർ ടൈൽസിനെ വെച്ചിട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ കട്ടിങ് ഒന്നും ചെയ്യേണ്ട, കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നമുക്ക് ആ റൂം ഫുള്ള് എന്ത് ചെയ്യാൻ പറ്റും? കവർ ചെയ്യാനും പറ്റും. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ. ഗ്രേറ്റസ്റ്റ് എന്നുള്ള വാക്ക് കണ്ടു, HCF എന്നുള്ളതിന്റെ ഫസ്റ്റ് ക്ലൂ കിട്ടി. ഫൈൻഡ് ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ദാറ്റ് ഡിവൈഡ്സ് 33 ആൻഡ് 45. നമുക്കൊരു ഗ്രേറ്റസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. ആ നമ്പർ ഈ 33യെയും 40 ക്ലിയർ അല്ലല്ലേ കളർ, 1 സെക്കൻഡ്. ഓക്കെ, 33യെയും 45നെയും ഡിവൈഡ് ചെയ്യുന്ന, രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യുന്ന ഒരു ഗ്രേറ്റസ്റ്റ് നമ്പറിനെ വേണം നമ്മൾ കണ്ടുപിടിക്കാൻ. ലീവിങ് എ റിമൈൻഡർ ഓഫ് 3 ഇൻ ഈച്ച് കേസ്. ഓക്കെ, ആ നമ്പർ കൊണ്ട് 33യെ ഡിവൈഡ് ചെയ്താലും 45നെ ഡിവൈഡ് ചെയ്താലും റിമൈൻഡർ എത്ര കിട്ടണം? റിമൈൻഡർ നമുക്ക് 3 കിട്ടണം. രണ്ട് കേസിലും റിമൈൻഡർ 3 കിട്ടണം. ഗ്രേറ്റസ്റ്റ് നമ്പർ ആയിരിക്കണം, ഇവരെ രണ്ടുപേരെയും ഡിവൈഡ് ചെയ്യാൻ കഴിയണം, ഡിവൈഡ് ചെയ്യുമ്പോൾ 3 നമുക്ക് റിമൈൻഡർ കിട്ടണം. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? HCF എന്നുള്ളതിൽ നമുക്ക് ഡൗട്ട് ഒന്നുമില്ല, കാര്യം ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. സോ ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട റിമൈൻഡർ 3 അല്ലേ. നമുക്ക് 33യെ, ഫസ്റ്റ് നമ്പർ 33 അല്ലേ. സോ 33യെ 3 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യാണ്, അപ്പോൾ 30 കിട്ടി. അതുപോലെ 45നെയും നമ്മൾ 3 കൊണ്ട് സബ്ട്രാക്ട് ചെയ്യണം, അപ്പോൾ നമുക്ക് 42 കിട്ടി. ഫൈൻ, ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി എന്തു ചെയ്യുന്നു? 30യുടെയും 42ന്റെയും HCF എടുക്കാം. ഓക്കെ, സോ 3 10s are 30, 3 1s are 3, 2 5s are 10, 2 7s are 40. കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട കോമൺ ഫാക്ടേഴ്സ് ഒന്നുമില്ല, പ്രൈം നമ്പേഴ്സ് ആയി. അപ്പോൾ HCFന് ഇത് രണ്ടുമാണ് നമ്മൾ എടുക്കാൻ. അതായത് 3 into 2 6 ആണ് നമ്മുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. അതായത് ഈ 6 കൊണ്ട് നമുക്ക് 30യെയും 42നെയും എന്ത് ചെയ്യാം? കംപ്ലീറ്റ്ലി ഫുള്ളി റിമൈൻഡർ ഇല്ല ഡിവിഷൻ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള നമ്പേഴ്സ് ആരൊക്കെയാണ്? 33യും 45ഉം അല്ലേ. അപ്പം നമ്മുടെ കാര്യം സോൾവ് ആയല്ലോ. അതായത് 6 കൊണ്ട് 33യെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? റിമൈൻഡർ എത്ര കിട്ടുന്നുണ്ട്? 3 കിട്ടുന്നുണ്ട്. സെയിം 45നെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ കിട്ടിയ HCF 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര കിട്ടുന്നുണ്ട്? 3 കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ആയി. 6 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ ആദ്യം എന്ത് ചെയ്യുക? തന്നേക്കുന്ന നമ്പേഴ്സിനെ എന്താണോ റിമൈൻഡർ, ഏത് റിമൈൻഡർ ആണ് വേണ്ടത്, ആ റിമൈൻഡർ കൊണ്ട് എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ന്യൂ 2 നമ്പേഴ്സ് കിട്ടും. ഈ 2 ന്യൂ നമ്പേഴ്സ്, ഇവിടെ നമുക്ക് 30യും 42 ആണ് കിട്ടിയ, ഈ രണ്ടുപേരുടെയും HCF കണ്ടുപിടിക്കുക. അത് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്? കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആയിരിക്കുമല്ലോ, HCF കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് നോക്കുമ്പോൾ അറിയാം റിമൈൻഡർ എത്ര കിട്ടുന്നു. നമ്മൾ എത്രയാണോ സബ്ട്രാക്ട് ചെയ്തതിന് ശേഷം HCF കണ്ടുപിടിച്ചത്, ആ സബ്ട്രാക്ട് ചെയ്ത റിമൈൻഡറിന് രണ്ട് കേസിൽ നമുക്ക് എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.